അന്തരിച്ച പത്മഭൂഷൺ ഫാദർ ഗബ്രിയേലിന്റെ സംസ്കാരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ നടന്നു. ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. റെയിൽവേ വികസനത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഇന്നസെന്റ് എം പി സത്യഗ്രഹ സമരം നടത്തി. അവഗണന തുടരുകയാണെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഇന്നസെന്റ്. പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ. ജനകീയ മുഖമുള്ള പോലീസ് സംവിധാനം നാടിന്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടാകണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. അമല മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടർ അന്തരിച്ച പത്മഭൂഷൺ ഫാദർ ഗബ്രിയേലിന്റെ സംസ്കാരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിന് സമീപം മങ്ങാടിക്കുന്നിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകളിൽ നിരവധി വൈദികരും കന്യാസ്ത്രീകളും വിവിധ ഇടവകകളിൽ നിന്നുമെത്തിയ ജനങ്ങളും പങ്കെടുത്തു. അന്ത്യശുശ്രൂഷ ചടങ്ങുകൾക്ക് മുൻപായി നടന്ന ദിവ്യബലിക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി. നേരത്തെ അമല ചാപ്പലിൽ വെച്ച ഭൌതിക ശരീരത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AC മൊയ്തീൻ റീത്ത് സമർപ്പിച്ചു. മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. അമലയിലെ വിടവാങ്ങൽ ശുശ്രൂഷയ്ക്ക് CMI പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, അമല ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി, ഫാദർ ജൂലിയസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. കരിവന്നൂർ പാലത്തിൽ വെച്ച് CMI വൈദികരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഭൌതിക ശരീരം ഏറ്റുവാങ്ങി. പൂതക്കുളം മൈതാനിയിലെത്തിച്ച ഭൌതിക ശരീരത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VA മനോജ് കുമാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഫാദർ ഗബ്രിയേൽ സ്ഥാപിച്ച സെന്റ് ജോസഫ് കോളേജിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് അന്തിമ ശുശ്രൂഷകൾക്കായി ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ഇരിങ്ങാലക്കുടയുടെ വിദ്യാഭ്യാസ ശില്പിയെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ മങ്ങാടിക്കുന്നിലെത്തി. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, കാത്തലിക് സെന്റർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപക ശില്പിക്ക് ഇരിങ്ങാലക്കുട കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, VS സുനിൽകുമാർ, പ്രൊഫസർ KU അരുണൻ MLA, കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പനമ്പിള്ളി രാഘവ മേനോൻ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, IG MR അജിത് കുമാർ, SP N വിജയകുമാർ, ASP കിരൺ നാരായൺ, MP മാരായ ഇന്നസെന്റ്, CN ജയദേവൻ, ജില്ലാ കളക്ടർ ഡോക്ടർ കൌശികൻ, അനിൽ അക്കര MLA, സിനിമാ സംവിധായകനും ഫാദർ ഗബ്രിയേലിന്റെ ശിഷ്യനുമായ കമൽ തുടങ്ങിയ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. റെയിൽവേ വികസനത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഇന്നസെന്റ് MP സത്യഗ്രഹ സമരം നടത്തി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് സമരം നടത്തിയത്. പാലരുവി എക്സ്പ്രസ് അടക്കം പുതിയതായി ആരംഭിച്ച ട്രെയിനുകൾക്കൊന്നും മണ്ഡലത്തിലെ പ്രധാന സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചില്ലെന്ന് MP ആരോപിച്ചു. റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ഏതറ്റം വരെ പോകാനും ഫലമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇന്നസെന്റ് പറഞ്ഞു. വിവിധ മണ്ഡലത്തിലെ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കോർത്തിണക്കിയുള്ള സമരമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫ് ഫൈൻ സമരം ഉദ്ഘാടനം ചെയ്തു. BD ദേവസി MLA അധ്യക്ഷനായിരുന്നു. VR സുനിൽകുമാർ MLA, മുൻ MLA AK ചന്ദ്രൻ, ജോസ് തെറ്റയിൽ, നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലി, ആലുവ, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് LDF പ്രവർത്തകർ സത്യഗ്രഹത്തിൽ പങ്കുചേർന്നു. വിവിധ സംഘടനാ പ്രതിനിധികളും ഐക്യദാർഢ്യം അർപ്പിക്കാൻ സമരപന്തലിൽ എത്തിയിരുന്നു. റെയിൽവേ വികസന പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഇന്നസെന്റ് MPക്ക് സത്യഗ്രഹ സമരം ഒരു കണക്ക് തീർക്കലായി. താൻ സിനിമാ ലോകത്തു നിന്നിറങ്ങാത്ത ജനപ്രതിനിധിയാണ് എന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കവാടത്തിലെ സത്യഗ്രഹത്തിലൂടെ അദ്ദേഹം നൽകിയത്. തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പിലും രാഷ്ട്രീയം കണ്ടിരുന്നില്ല എന്നുള്ള ഇരിങ്ങാലക്കുടക്കാരന്റെ അവകാശവാദം പ്രതിയോഗികൾ വകവെച്ചുകൊടുത്തില്ല. എന്നുമാത്രമല്ല, പോരായ്മകൾ പെരുപ്പിച്ചുകാട്ടി അവർ വിമർശനം തുടരുകയും ചെയ്തു. LDF നേതൃത്വവും ഇത്തരത്തിലൊരു ജനകീയ പ്രക്ഷോഭത്തിനായി ഇന്നസെന്റിനെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇന്നസെന്റ് MP ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ സമരം സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് BJP സംസ്ഥാന സമിതി അംഗം ഷാജിമോൻ വട്ടേക്കാട് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ഇന്നസെന്റ് MPയെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 3 വർഷം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകിയ പദ്ധതികളും ഫണ്ടും അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇന്നസെന്റ് MP സമരം നടത്തേണ്ടതെന്ന് ഷാജിമോൻ വട്ടേക്കാട് പ്രസ്താവനയിൽ പറഞ്ഞു.
പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ സമ്മേളനം വാടാനപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ.സി. മൊയ്തീൻ. വനിതകൾ ഉൾപ്പെടെ സംസ്ഥാന പോലീസ് സേനയിൽ 13,000 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആക്കി ഒഴിവുകൾ അടിയന്തരമായി നികത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അഭ്യസ്തവിദ്യരായവർ കടന്നുവരുന്നത് പോലീസ് സേനയ്ക്ക് ഒന്നാകെ ഗുണകരമായിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസ്യത നേടാതെ ഒരു ഭരണ സംവിധാനത്തിനും നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിയാൻ പോലീസ് സംഘടനയ്ക്കാകണം. കാക്കി യൂണിഫോം ശരീരത്തിലുണ്ടെങ്കിലും പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പമാണെന്ന തോന്നൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകണം. ജനകീയ മുഖമുള്ള പോലീസ് സംവിധാനം നാടിന്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. ഭയത്തോടെ പരസ്പരം നോക്കിക്കാണുന്ന സാമൂഹ്യാവസ്ഥ നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ ചെറുക്കാൻ പൊതുജനബന്ധം പോലീസ് ഉപയോഗിക്കണം. അഴിമതി നടത്തുന്നവരിൽ ഒരു പോലീസുകാരനുണ്ടെങ്കിൽ സേനയ്ക്കൊന്നാകിയാകും അതിന്റെ പഴി കേൾക്കുക. സിവിൽ സർവീസുകാരുടെയല്ല ജനങ്ങളുടെ സ്വപ്നമാണ് പോലീസ് സാക്ഷാത്കരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ASI ആയിരിക്കെ അസുഖം മൂലം മരിച്ച MA സുനിലിന്റെ കുടുംബത്തിനായി അസോസിയേഷൻ സ്വരൂപിച്ച ഫണ്ട് സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. 11,81,000 രൂപയാണ് അസോസിയേഷൻ സ്വരൂപിച്ചത്. പ്രതിഭകളായ ഉദ്യോഗസ്ഥരെയും വിരമിക്കുന്നവരെയും അദ്ദേഹം ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ റൂറൽ പ്രസിഡന്റ് KG സുരേഷ് അധ്യക്ഷനായിരുന്നു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി, റൂറൽ SP N വിജയകുമാർ, ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണൻ, വലപ്പാട് CI CR സന്തോഷ്, അസോസിയേഷൻ റൂറൽ സെക്രട്ടറി AC മുഹമ്മദ് ബഷീർ, KL തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. TCV ന്യൂസ് തൃപ്രയാർ. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യൂത്ത് മാർച്ചിന് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC മുൻ പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. R. രവികുമാർ, AM അലാവുദ്ദീൻ, ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മോഷണങ്ങൾ തടയാൻ പോലീസ് കർശന നടപടികൾ ആരംഭിച്ചു. ഉത്സവത്തിന്റെ തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം യുവതിയുടെ പണമടങ്ങിയ ബാഗും കുട്ടിയുടെ സ്വർണ്ണാഭരണവും മോഷണം പോയ സാഹചര്യത്തിലാണ് നടപടി. തിരക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീ മോഷ്ടാക്കൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്ത്രീ മോഷ്ടാക്കളുടെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ഇരിങ്ങാലക്കുട SI KS സുശാന്തിന്റെ നേതൃത്വത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മോഷണങ്ങൾ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ ഫ്ലക്സിൽ വെച്ചിരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിനും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ മാലമോഷണം നടത്തുന്ന കുറച്ച് ആളുകളുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി തിരക്കേറി വരികയാണ്. അപ്പോൾ പലതും ഇങ്ങനെ മാലമോഷണങ്ങളും അവരുടെ പേഴ്സ് കാര്യങ്ങളൊക്കെ മോഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് നാട്ടുകാർക്കൊരു പെട്ടെന്നൊരു ഓർമ്മ കിട്ടണം വരുന്നതിലൊക്കെ. അതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം വഴിവാണിഭക്കാരുടെ ഉത്സവം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കുട്ടൻകുളത്തിന്റെ ഇരുവശത്തുമാണ് വഴിവാണിഭക്കാരുടെ പ്രധാന കേന്ദ്രം. കൈനോട്ടക്കാരായ സ്ത്രീകൾ മുതൽ ഇതര സംസ്ഥാനക്കാരായ ചെറുകിട കച്ചവടക്കാർ വരെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവ കച്ചവടത്തിനായി ഇവിടെ എത്തുന്നുണ്ട്. പലരും കുട്ടികളടക്കം കുടുംബസമേതമാണ് കച്ചവടത്തിന് എത്തുന്നത്. വിലപേശി വാങ്ങാനുള്ള സൗകര്യമുള്ളതിനാൽ നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങാനും എത്തുന്നത്. ഇടവേള. വാർത്തകളിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ 14-15 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന അക്ഷരക്കൂട്ടം, ശലഭക്കൂട്ടം, ചെങ്ങാതിക്കൂട്ടം എന്നീ ബാലസഭകളുടെ നേതൃത്വത്തിലുള്ള അവധിക്കാല ക്യാമ്പ് കോടാലി സ്കൂളിൽ ആരംഭിച്ചു. പ്രധാനാധ്യാപകൻ ജൂസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. UK രാജു, അഡ്വക്കേറ്റ് സിസ്റ്റർ ഷിബി, K. ശ്വേത, രവി ചിത്രശാല തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിലേക്ക് പ്രകൃതി പഠനയാത്രയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമാപന യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും. പെരിഞ്ഞനം RMVHS സ്കൂളിലെ സഹപാഠി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിന് നൽകുന്ന ജലശുദ്ധീകരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ KR രാമനാഥൻ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ വാദിയടത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ ഗൃഹസന്ദർശനം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല തിലകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയ്ക്ക് കീഴിലെ പാലിയേറ്റീവ് ജീവകാരുടെ സാന്ത്വന പരിചരണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സ്നേഹസംഗമവും ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു.
വികാരി ഫാദർ ഡോക്ടർ വർഗീസ് പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ബെന്നി തൊണ്ടുങ്ങൽ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ റിൻഡോ തെക്കിനേത്ത്, ബേബി പോൾ വലിയ കണ്ടത്തിൽ, സീമ തോമസ് എന്നിവർ സംസാരിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ 8ാമിട തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 മുതൽ 8:30 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്കുള്ള ആഘോഷമായ ഗാനപൂജയ്ക്ക് ഫാദർ നോബിയം ബുക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-നും 7-നും ദിവ്യബലി, നാട്ടുകൂട്ടം, മനപ്പടിയുടെ വള എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. പാവർട്ടി സെന്റർ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയനും പാവർട്ടി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനും വള എഴുന്നള്ളിപ്പുകളുമായി തീർത്ഥകേന്ദ്രത്തിലെത്തും. രാത്രി 8-ന് തെക്ക് സൗഹൃദവേദി ബാൻഡ് വാദ്യ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി കോടാലി ആൾത്തറ സെന്ററിൽ സമാപിച്ചു. മനുഷ്യച്ചങ്ങലയിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ കണ്ണികളായി. സമാപന പൊതുയോഗം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീധരൻ കളരിക്കൽ, മോളി തോമസ്, ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സരള എന്നിവർ സംസാരിച്ചു. കുറുമാലിയിൽ ചരക്ക് ലോറി മറിഞ്ഞ് 5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പച്ചക്കറി കയറ്റിവന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. അശാസ്ത്രീയമായ ടാറിംഗ് മൂലമാണ് അപകടമുണ്ടാകാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. ബ്രേക്ക് ചെയ്ത ലോറി റോഡിൽ തെന്നി മറിയുകയായിരുന്നു. പുതുക്കാട് പോലീസും അഗ്നിശമന സേന അംഗങ്ങളും സ്ഥലത്തെത്തി ലോറിയിലെ പച്ചക്കറികൾ മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട ലോറി റോഡിൽ നിന്നും മാറ്റി 9 മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി അശാസ്ത്രീയ ടാറിംഗ് മൂലം പാലിയേക്കരയിൽ 10 മിനിറ്റിനുള്ളിൽ 3 അപകടങ്ങൾ നടന്നിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ പാലിയേക്കരയിലെ അപകടം നടന്ന സ്ഥലത്ത് ടോൾ കമ്പനി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ടോൾ കമ്പനിക്കാർ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി 2 ദിവസങ്ങളിലായി തൃശൂരിൽ നടത്തുന്ന ജില്ലാ ജാഥയ്ക്ക് ചേലക്കരയിൽ തുടക്കമായി. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി A. ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജാഥ സംരക്ഷണ സമിതി പ്രസിഡന്റ് TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ബാബു എം പാലിശ്ശേരി, KK മോഹനൻ, MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. INTUC, CITU, AITUC സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം ഞായറാഴ്ച തൃശൂരിൽ സമാപിക്കും. കേരളത്തിലെ ആദ്യത്തെ എയ്റോസ്പേസ് ക്ലബ്ബ് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തനം തുടങ്ങി. സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവുമായ പത്മശ്രീ MC ദത്തൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ മിനി റോക്കറ്റ് 700 അടി ഉയരത്തിലേക്ക് വിക്ഷേപിച്ചു. ഗ്ലോബൽ എയ്റോ സ്പോർട്സിന്റെയും തൃശൂർ ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെയാണ് ക്ലബ്ബ് തുടങ്ങുന്നത്. സ്റ്റുഡന്റ് പ്രൊജക്ടുകൾക്ക് ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകുവാനും ക്ലബിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഉദ്ഘാടന ചടങ്ങിൽ സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, സഹൃദയ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ഗ്ലോബൽ എയ്റോ സ്പോർട്സ് സ്ഥാപകൻ M. രാധാകൃഷ്ണൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലയൺസ് ക്ലബ്ബ് തൃശൂർ പ്രസിഡന്റ് ജെയിംസ് വളപ്പില റോക്കറ്റ് കിറ്റ് വിതരണവും സഹൃദയ കോളേജ് ലയൺസ് ക്യാമ്പസ് ക്ലബ്ബ് ഉദ്ഘാടനവും നിർവഹിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ ഗായത്രി അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെങ്ങാനല്ലൂർ NMLP സ്കൂളിൽ നടത്തിയ ക്യാമ്പ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഉണ്ണികൃഷ്ണൻ, ചേലക്കര CI C. വിജയകുമാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP പാറുക്കുട്ടി, മനുഷ്യാവകാശ പ്രവർത്തക ശോഭ പഴയന്നൂർ, ട്രസ്റ്റി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി ജീവകാരുണ്യ സംഘടനയായ ബോധി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമൂഹ രക്തദാന ക്യാമ്പ് നടത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി M. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാജു അമ്പലത്ത് അധ്യക്ഷനായിരുന്നു. മിനി ബാബു, ഷിജിൽ പാലക്കാടി, വിനീത് തോയക്കാവ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്.
കണ്ണൂരിൽ ബി.ജെ.പി. പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനത്ത് പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പി.എസ്. അനിൽകുമാർ, സെക്രട്ടറി സതീഷ് ശാമണ്ടൂർ, ജ്യോതി ബാസുദേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ ഫ്രാൻസിസ് പുതുപ്പറമ്പിൽ അനുസ്മരണ സമ്മേളനം അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടത്തി. അനുസ്മരണ സമ്മേളനത്തിൽ ഫാദർ തോമസ് പുല്ലൂക്കാലയിൽ അധ്യക്ഷനായിരുന്നു. കോർ എപ്പിസ്കോപ്പ ജോർജ് വടക്കൻ, ഫാദർ സ്റ്റീഫൻ പ്ലാത്തോട്ടിൽ, ഫാദർ ബാബു മണ്ടുമ്പാൽ, ബ്രദർ അജീഷ്, ഡോക്ടർ മാത്തുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ലോട്ടറി മേഖലയെ പ്രതിസന്ധിയിലെത്തിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന ഭാഗ്യക്കുറി സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ സി.വി. മോൻസി, പി.പി. ഡാൻഡസ്, ബോബി നെല്ലിക്കുഴി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ താമരയൂരിൽ അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കം സംഘട്ടനത്തിലെത്തി. ഒരാൾക്ക് കുത്തേറ്റു. ഇരുവിഭാഗത്തിലുംപ്പെട്ട 4 പേർക്ക് പരിക്കേറ്റു. താമരയൂർ ലീല ഗാർഡനിലാണ് സംഘട്ടനമുണ്ടായത്. പുറക്കാട്ട് ഡോക്ടർ രാമചന്ദ്രൻ, മകൻ രാഹുൽ, ചെറായി പടിഞ്ഞാക്കര കിരൺ, തണ്ടാശ്ശേരി ആദർശ് രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡോക്ടറുടെ നില ഗുരുതരമാണ്. കാലിലെ വിരലിന്റെ എല്ലൊടിയുകയും ചെവിയുടെ പാട പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകിയ നിലയിൽ പരിസരവാസികളുടെ സഹായത്തോടെ ഡോക്ടറെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദർശ് രാധാകൃഷ്ണനാണ് നെഞ്ചത്ത് കുത്തേറ്റിട്ടുള്ളത്. ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ കാർ തടഞ്ഞു നിർത്തി കത്തി കാണിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ രാമചന്ദ്രൻ പറയുന്നു. തടയാൻ ശ്രമിക്കുമ്പോഴാണ് മകന് മർദ്ദനമേറ്റത്. എന്നാൽ വാഹനം പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഡോക്ടർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആദർശും കിരണും പറഞ്ഞു. ഇരുവരും കുന്നംകുളം റോയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുകൂട്ടരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃക്കൂർ പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ പ്രതിരോധ ശുചീകരണ പ്രവർത്തനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ എം. അജിത്ത്, ഷിജു സൈമൺ, മായ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനേറ്റർ, കൊതുക് നിർമ്മാർജ്ജന ഗപ്പി മത്സ്യ ടാങ്ക് തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, വി.സി. അശ്വതി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീല വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭാ അതിർത്തിയിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നതിനും പുതിയത് ചേർക്കുന്നതിനുമായി എത്തിയവർ ദുരിതത്തിലായി. ശനിയാഴ്ച രാവിലെ 9-നെത്തിയ ആളുകൾ ക്യാമ്പിൽ ക്യൂ നിന്ന് വെയിലേറ്റു തളർന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ക്യാമ്പിന്റെ പ്രവർത്തനം തുടങ്ങിയത്. പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് കാർഡ് പുതുക്കി കൊടുക്കാൻ എത്തിയതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. 100 കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസവും ടോക്കൺ വാങ്ങി തിരിച്ചുപോയവരാണ്. കാർഡ് പുതുക്കുന്നതിന് സംസ്ഥാന തലത്തിൽ കരാറെടുത്ത കമ്പനി സബ് ഏജൻസികളെ നിയോഗിച്ചതാണെന്നും പണി അറിയാത്തവരെ കൊണ്ടുവന്ന് നിർത്തി ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാലയം ഹൈടെക് മികവിലേക്ക് ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗം മുരളി പെരുന്നെല്ലി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം. ശങ്കർ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രതി വേണുഗോപാൽ വിദ്യാലയത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശോധനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് PTA-യുടെയും വിദ്യാലയത്തിന്റെയും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രിൻസിപ്പൽ KV ഫൈസൽ, പ്രധാനാധ്യാപകൻ TC സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് RA റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കേരള ശുചിത്വ മിഷന്റെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുറുമല ഗവൺമെന്റ് സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടത്തിയ കുട്ടികളുടെ വേനലവധി ക്യാമ്പിന് സമാപനമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഉണ്ണികൃഷ്ണൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA മുഖ്യാതിഥിയായിരുന്നു. വാർഡംഗം PB ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകൻ രമേശ് ലാലിന്റെ കുളത്തിലെ മത്സ്യ വിളവെടുപ്പ് നടന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി പരിശീലനം നേടിയ കർഷകനാണ് രമേശ് ലാൽ. 500 കിലോയിലേറെ മത്സ്യം വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം. ശങ്കർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം NK വിമല അധ്യക്ഷയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ വികസന സെമിനാർ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NK പ്രമോദ് കുമാർ, ലൈല നസീർ, ജയപ്രീത മോഹൻ എന്നിവർ പങ്കെടുത്തു. അനിൽ അക്കര MLA സെമിനാറിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങൾ സെമിനാർ ബഹിഷ്കരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിൽ കടൽക്ഷോഭം ശക്തമായി തുടരുന്നു.
കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന കടൽക്ഷോഭത്തെ തുടർന്ന് ഏത്തായ് ബീച്ച് നിവാസിയായ ഈച്ചരൻ ഉണ്ണികൃഷ്ണന്റെ കുടുംബം വീടൊഴിഞ്ഞിരുന്നു. കടൽക്ഷോഭത്തിൽ നിരവധി തെങ്ങുകളാണ് കടപുഴകി വീണത്. ഏത്തായ് കൂടാതെ വാടാനപ്പള്ളി, പൊക്കാഞ്ചേരിയിലും കടൽക്ഷോഭം ശക്തമായി തുടരുകയാണ്. 3 കുടുംബങ്ങളാണ് അടിയന്തരമായി സമീപത്തെ ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി താമസം മാറിയത്. ചേലക്കര കുറുമല ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വാർഡംഗങ്ങളായ ഗായത്രി ജയൻ, ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക അനിത തുടങ്ങിയവർ സംസാരിച്ചു. എങ്കക്കാട് കുടുംബശ്രീ CDS വാർഷികം എങ്കക്കാട് LP സ്കൂളിൽ നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ VP മധു അധ്യക്ഷനായിരുന്നു. CDS ചെയർപേഴ്സൺ അജിത രാമചന്ദ്രൻ, കൌൺസിലർമാരായ MR സോമനാരായണൻ, ലൈല നസീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഫാദർ വർഗീസ് കാക്കശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം രൂപം എഴുന്നള്ളിച്ചുവെക്കൽ നടന്നു. വികാരി ഫാദർ ജോസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായിരുന്നു. ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സനൽ ചേറ്റുപുഴക്കാരൻ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4 ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും. ഞമനേങ്ങാട് നയന ഗ്രാമീണ വായനശാല കലാ സാംസ്കാരിക കേന്ദ്രത്തിലെ 19ാം വാർഷികത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും ആരോഗ്യ സെമിനാറും നടത്തി. വാടകം സിന്ധു മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. നയന പ്രസിഡന്റ് MV പ്രേമരാജ് അധ്യക്ഷനായിരുന്നു. ലഹരിയും യുവത്വവും എന്ന വിഷയത്തെക്കുറിച്ച് ചാവക്കാട് എക്സൈസ് റേഞ്ച് പ്രിവിലേജ് ഓഫീസർ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തൃശൂർ IMAയുടെ നേതൃത്വത്തിൽ രക്തദാനവും രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന സേന രൂപീകരണവും നടത്തി. AK പുഷ്പാകരൻ, N ദിലീപ്, AJ ജിനീഷ് എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച നയന ബാലവേദിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലിയും സാംസ്കാരിക സമ്മേളനവും നടക്കും. സാംസ്കാരിക സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് നാടകപുരയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തിയ 5 ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ നാടക കലാപഠന കളരി സമാപിച്ചു. അരുൺലാൽ, പാർത്ഥസാരഥി തുടങ്ങിയവർ പരിശീലന കളരിക്ക് നേതൃത്വം നൽകി. രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടകപുരയുടെ പ്രസിഡന്റ് ജയൻ കോമ്രേഡ് അധ്യക്ഷനായിരുന്നു. ഗോവിന്ദൻകുട്ടി, സുനിൽ, മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കോടാലി ആസ്ഥാനമായുള്ള സാംസ്കാരിക സംഘടനയായ ഫാസ്പാഡിയുടെ ആഭിമുഖ്യത്തിൽ പ്രകൃതി വിസ്മയം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോടാലി സ്കൂളിൽ നടന്ന പരിപാടി ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ജനറൽ സെക്രട്ടറി രവി ചിത്രശാല ഉദ്ഘാടനം ചെയ്തു. ഫാസ്പാഡി പ്രസിഡന്റ് PG ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PM ജോണി, ലൈല റസാഖ്, VK കാസിം എന്നിവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. ഭാഗവതരത്നം ആറ്റൂർ നാരായണൻകുട്ടിയാണ് യജ്ഞാചാര്യൻ. ഫീനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ K ബാലകൃഷ്ണമേനോൻ ഭദ്രദീപം തെളിയിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ദേവി ഭാഗവത മാഹാത്മ്യ പാരായണം നടന്നു. 2ാം ദിവസമായ ഞായറാഴ്ച സത്യവ്രതൻ, സുദർശൻ തുടങ്ങിയവരുടെ കഥകളും ഭൃഗുശാപകഥയും പാരായണം ചെയ്യും. കടങ്ങോട് മണ്ടംപറമ്പ് കോഴിക്കാട്ടിൽ വിജയന്റെ മകൻ വൈശാഖിന്റെ കൊലപാതകത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. വൈശാഖ് വിജയൻ ആക്ഷൻ കൌൺസിൽ എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജസ്ഥാനിലെ ഓയിൽ കമ്പനി ഗെയിൻ ഇന്ത്യ ലിമിറ്റഡിന്റെ സബ് കോൺട്രാക്ട് കമ്പനിയായ പ്രിസർവ് ഇൻഫ്രാസ്ട്രക്ചറിലെ എഞ്ചിനീയറായ വൈശാഖ് വിജയനെ കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബർമർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽ പാളത്തിൽ ട്രെയിനിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജസ്ഥാൻ പോലീസ് ആത്മഹത്യയാണെന്ന് എഴുതിത്തള്ളിയ കേസ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ രംഗത്തെത്തിയിരുന്നു. വൈശാഖിനെ കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നുവെന്ന് ഡോക്ടർ ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത്. വൈശാഖിന്റെ പിതാവ് രാജസ്ഥാൻ മുഖ്യമന്ത്രിക്കും DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ ധർണ സംഘടിപ്പിച്ചത്. അന്വേഷണം ഊർജിതമാക്കാൻ രാജസ്ഥാൻ സർക്കാരിന് നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമെന്നും അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ആക്ഷൻ കൌൺസിൽ ചെയർമാനായ TP ജോസഫ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണി രാജൻ, മീന ശലമോൻ, CPI ജില്ലാ കൌൺസിൽ അംഗം CL സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ 17ാം വാർഡിലെ താണിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB ഹരിദാസ് അധ്യക്ഷനായിരുന്നു.
അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ കെ പ്രസീദ്, ബ്ലോക്ക് മെമ്പർമാരായ കെ എൽ ജോസ്, ഷീബ മനോഹരൻ, മേനുജ പ്രതാപൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏഴാം ഉത്സവത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തിയതോടെ കുടൽമാണിക്യം സംഗമ സന്നിധി ജനസാഗരമായി. ശനിയാഴ്ച രാവിലെ നടന്ന ശീവേലിക്ക് ശങ്കരൻകുളങ്ങര മണികണ്ഠൻ തിടമ്പേറ്റി. ഇരുവശത്തുമായി തിരുവമ്പാടി ചന്ദ്രശേഖരനും അന്നമനട ഉമാമഹേശ്വരനും അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിൽ നടന്ന പഞ്ചാരി ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും സ്വർണ്ണനാളങ്ങളാൽ പ്രഭാപൂരിതമാകുന്ന വലിയ വിളക്ക് ഞായറാഴ്ച ആഘോഷിക്കും. രാത്രി 8-ന് ഭഗവത് ചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിക്കും. മാതൃക്കൽ ദർശനത്തിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആനയുടെ പുറത്തേറ്റും. തുടർന്ന് 2 ഗജവീരന്മാരുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കും. ഇരിങ്ങാലക്കുട ശ്രീ കുടൽമാണിക്യം എഴുന്നള്ളിപ്പിന് ശേഷം കൊട്ടിലായ്ക്കൽ വിശ്രമിക്കുകയായിരുന്ന ചോയ്സ് അമ്പാടിക്കണ്ണൻ എന്ന ആന ഓടിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. കൊട്ടിലായ്ക്കലിൽ നിന്നും പേഷ്കർ റോഡ് വഴി ചെട്ടിപ്പറമ്പിലെത്തിയ ആന ഗേൾസ് സ്കൂളിന് സമീപത്ത് കൂടി ടൗൺഹാളിന് മുൻവശം വരെ എത്തി. എലിഫന്റ് സ്ക്വാഡും മറ്റു പാപ്പാന്മാരും കൂടി ആനയെ കല്ലട ഹോട്ടലിന് മുൻവശത്ത് വെച്ച് തളച്ചു. ടൗൺഹാൾ റോഡിലെ മാത്യൂസ് സെയിൽസ് കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കമ്പിമതിൽ ആന തകർത്തു. ആന ഓടി വരുന്നത് കണ്ട് ചെട്ടിപ്പറമ്പിൽ വെച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർ ബൈക്ക് ഉപേക്ഷിച്ചു പോയി. കാര്യമായ പരിക്കുകൾ ആർക്കും പറ്റിയിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. പരൂരിൽ സാമൂഹിക വിരുദ്ധർ മതിൽ തകർത്തു. പരൂർ സ്വദേശി പുളന്തറയിൽ അബ്ദുൾ റഷീദിന്റെ പറമ്പിലെ സ്ലാബ് മതിലാണ് പൊളിച്ചത്. വീട്ടുകാർ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അക്ഷയ സെന്റർ വഴി ആരോഗ്യ ഇൻഷുറൻസിനുള്ള അപേക്ഷകർക്കുള്ള കാർഡ് വിതരണം ചെയ്തു. 2 ദിവസങ്ങളിലായിട്ടാണ് കാർഡ് വിതരണം നടത്തുന്നത്. കൊടകര ദേശീയപാതയിലെ ഉളുമ്പത്തുകുന്ന് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപം സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കൊളത്തൂർ സ്വദേശി സുഗുവിനാണ് പരിക്കേറ്റത്. ഇയാളെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശുദ്ധജലത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ വെള്ളിക്കുളങ്ങരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയ്ക്ക് സമീപമാണ് റോഡരികിൽ കൂടി വെള്ളം വൻതോതിൽ കാനയിലേക്ക് ഒഴുകിപ്പോയി പാഴാകുന്നത്. ദിവസങ്ങളായി ഇങ്ങനെ വെള്ളം ചോർന്നൊഴുകുന്നുണ്ട് എങ്കിലും പൈപ്പ് ലൈൻ നന്നാക്കി ചോർച്ച പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ല. പൈപ്പിൽ ചോർച്ച ഉള്ളതിനാൽ വെള്ളിക്കുളങ്ങരയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല. ഗാർഹിക കണക്ഷനുകൾ എടുത്തവരും പൊതു ടാപ്പുകളെ ആശ്രയിക്കുന്നവരും ഇതുമൂലം ദുരിതത്തിലാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് പുതുക്കാട് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ വർഗീസ് അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രവീന്ദ്രദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ടാജറ്റ്, ടി ജെ സനീഷ് കുമാർ, സെബി കൊടിയൻ, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പെരിഞ്ചേരി നാളികേര ഉൽപാദക സംഘത്തിലെ അംഗങ്ങൾക്ക് നാളികേര വികസന ബോർഡ് സൗജന്യമായി നൽകുന്ന കൈക്കോട്ടിന്റെ വിതരണം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ജോസ് തെക്കിനിയത്ത് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ടെക്നിക്കൽ ഓഫീസർ വിൻസി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ വലിയ ജലസ്രോതസ്സുകളിലൊന്നായ എലിയങ്ങാട്ട് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. ജലസംരക്ഷണം സജീവമാക്കുന്നതിന്റെ ഭാഗമായി കടിക്കാട് സ്കൂളിന് സമീപത്തെ വലിയ കുളവും ഏറ്റെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. പദ്ധതികൾക്കായി 20 ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. 3 വർഷം മുൻപ് പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയെങ്കിലും നടന്നില്ല. സംരക്ഷണമില്ലാതെ ചെളിയും പായലും കയറിയ നാശത്തിന്റെ വക്കിലെത്തിയ നാട്ടുകാർ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് വൃത്തിയാക്കിയത്. SNDP ഗുരുവായൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ശ്രീനാരായണ കലോത്സവം സമാപിച്ചു. യൂണിയനിലെ വിവിധ ശാഖകളിൽ നിന്നായി 16 ഇനങ്ങളിൽ 150ഓളം മത്സരങ്ങളാണ് നടന്നത്. സമാപന സമ്മേളനം SNDP വനിതാ സംഘം കേന്ദ്രസമിതി അംഗം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. യൂണിയൻ സെക്രട്ടറി PS സജീവൻ അധ്യക്ഷനായിരുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ബാബു എം പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PV സുരേഷ് അധ്യക്ഷനായിരുന്നു. PP ഡാൻഡസ്, ബേബി നെല്ലിക്കുഴി, PK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മണൽക്കടത്ത് നടത്തിയ ഭൂവുടമകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വലിയ ആഴത്തിൽ കുഴിയെടുത്തതിനെ തുടർന്ന് നാട്ടിക ബീച്ച് റോഡിന്റെ ഒരു ഭാഗം തകർന്നു.
തൃപ്രയാർ സ്വദേശിയായ കെ ധീരചന്ദ്രൻ എന്നയാളുടെ ഉടമസ്ഥതയുള്ള ഭൂമിയിലാണ് അനധികൃതമായി മണൽ കുഴിച്ചെടുത്തത്. കെട്ടിട നിർമ്മാണത്തിനായി പെർമിറ്റ് വാങ്ങിയിരുന്നുവെങ്കിലും നൂറുകണക്കിന് ലോഡ് മണൽ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, എ മുഹമ്മദ് ഹാഷിം, സുബില പ്രസാദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കുന്നംകുളത്തെ വിമത കൌൺസിലർമാരുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ചർച്ച എങ്ങുമെത്തിയില്ല. കുന്നംകുളത്തെ കോൺഗ്രസ് രാഷ്ട്രീയം അവ്യക്തമായ ഗ്രൂപ്പ് നേതൃത്വ പോരിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ വിഭാഗത്തിന്റേത് മാത്രമായി 3 ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നതിന് പിന്നാലെ ശനിയാഴ്ച ഗ്രൂപ്പ് യോഗവും ഒപ്പം മുരളീധര വിഭാഗത്തിന്റെ രഹസ്യയോഗവും നടന്നു. DCC പ്രസിഡന്റ് TN പ്രതാപനുമായി നഗരസഭാ വിമത കൌൺസിലർമാരുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെ നടന്ന മുരളീധര പക്ഷ യോഗത്തിൽ വിമത കൌൺസിലർമാർ പങ്കെടുത്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അന്തരിച്ച പത്മഭൂഷൺ ഫാദർ ഗബ്രിയേലിന്റെ സംസ്കാരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ നടന്നു. ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. റെയിൽവേ വികസനത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഇന്നസെന്റ് MP സത്യഗ്രഹ സമരം നടത്തി. അവഗണന തുടരുകയാണെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഇന്നസെന്റ്. പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ. ജനകീയ മുഖമുള്ള പോലീസ് സംവിധാനം നാടിന്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടാകണമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.